നമസ്കാരം. ഏഷ്യയിലെ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഗ്രഹിച്ചതുപോലൊരു വിവാഹബന്ധം നടക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ നമുക്കിതേ ഒരു വിഷയമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കും വലിയ പരിഹാരങ്ങളും ചെയ്യാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഉപകാരമാകട്ടെ എന്ന് കരുതി ഞാനൊരു എപ്പിസോഡായിട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഈ വിവാഹ കാരകൻ ഞാൻ നേരത്തെ പറഞ്ഞു ശുക്രനാണ്. അപ്പം നവഗ്രഹങ്ങളിൽ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നത്, ശുക്രന് നെയ്വിളക്ക് കത്തിക്കുന്നത്, നിത്യം ഓം ശുക്രായ നമ, ഓം നമോ ഭഗവതേ ശുക്രമൂർത്തയേ നമ, ഓം നമോ ഭഗവതേ നമ ശുക്രമൂർത്തയേ നമ, ഓം ശുക്രായ ഭാനുവേ, ഓം സൂര്യാദി സർവഗ്രഹേഭ്യോ നമ, ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ നിത്യം ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. പിന്നെ ജാതകത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട്, ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്ന സ്ഥാനം, ശുക്രൻ്റെ സ്വക്ഷേത്രം ചേടവൻ രാശിയും തുലാൻ രാശിയൊക്കെയാണ്. അപ്പം ശുക്രൻ നിൽക്കുന്ന സ്ഥാനം, ശുക്രൻ എവിടെ അംശയിച്ചിരിക്കുന്നു, ശുക്രൻ ആരോട് യോഗം ചെയ്ത് നിൽക്കുന്നു, ശുക്രൻ്റെ കേന്ദ്രത്തിൽ ആരൊക്കെയാണ്, പിന്നെ ലഗ്നാല ചന്ദ്രാല ശുക്രാലൊക്കെ 7-8 ഭാവം, ഇപ്പം പാപവിഷയങ്ങൾ, മുജ്ജന്മദോഷങ്ങൾ, അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് ഈ എന്തെങ്കിലും വിവാഹ തടസ്സം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്ത ശേഷം മാത്രമേ വിവാഹം നമ്മൾ നടത്താവൂ. അല്ലാത്ത വർഷം വിവാഹം നടത്തിയ ചിലപ്പം വിവാഹ കാര്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ പിന്നീട് ഭാവിയിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരാം. ചില കണ്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടും മനസ്സമാന സ്വസ്ഥയും കാണത്തില്ല. രണ്ടുപേർക്കും ഈ പറഞ്ഞ വിവാഹ ജീവിതത്തിൽ താല്പര്യങ്ങൾ, പിന്നെ കുഞ്ഞൊക്കെ ആയി കാണുമ്പോൾ കുഞ്ഞിനെയൊക്കെ മുൻനിർത്തി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ജീവിതമൊന്നും ഒരു ജീവിതമല്ല. അപ്പം നമുക്ക് ആഗ്രഹിച്ചതുപോലെ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കൊത്ത, അല്ലെ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള, നമ്മുടെ കുടുംബ മഹിമയ്ക്ക്, അല്ലെ നമ്മുടെ തൊഴിലിന്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്, നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള നല്ലൊരു കുട്ടിയെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റണം. അല്ലെ നല്ലൊരു പങ്കാളി നമുക്ക് വന്നു ചേരണം. നമ്മുടെ വീട്ടുകാരെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം, നമ്മളെ അംഗീകരിക്കുന്നതായിരിക്കണം, നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അത് സ്ത്രീക്ക് പുരുഷനായാലും പുരുഷന് സ്ത്രീ ആയാലും, അതായത് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ മിക്കവരുടെ ഉയർച്ച വിവാഹശേഷമാണ് കണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ശിവനും ശക്തിയും ചേർന്നെങ്കിലേ ആ ഒരു പൂർണ്ണതയാവുള്ളൂ എന്ന് പറയുന്ന പോലെ, നമുക്കൊരാൾക്ക്, ഇപ്പോൾ സ്ത്രീക്കാണെങ്കിൽ പുരുഷൻ അവരുടെ ജീവിതത്തിൽ വരണം, അല്ലെ പുരുഷനാണെങ്കിൽ സ്ത്രീ വന്നെങ്കിൽ അവർക്കൊരു പൂർണ്ണതയാവുള്ളൂ. ആ പൂർണ്ണതയിലൂടെ ജീവിച്ചെങ്കിലേ അവരുടെ ജീവിതം ഒരു ജീവിതം ആവുള്ളൂ. ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ബാല്യം പറഞ്ഞിട്ടുണ്ട്, കൗമാരം പറഞ്ഞിട്ടുണ്ട്, യൗവനം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നമുക്ക് ഗൃഹസ്ഥാശ്രമം പറഞ്ഞിട്ടുണ്ട്, വാനപ്രസ്ഥമുണ്ട്, സന്യാസമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യായുസ്സിൽ ഒരാളുടെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തിയായ ശേഷം ഭഗവാൻ വിളിക്കുന്ന സമയത്തായിരിക്കണം നമുക്കൊരാൾ പോകാനായിട്ട്. അപ്പം അതിൽ പ്രധാനമാണ് നമ്മൾ ഈ പറഞ്ഞ വിവാഹ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ വിവാഹ ജീവിതം നമുക്ക് ശുഭകരമായിട്ട് ആഗ്രഹിച്ച പോലെ വരാനായിട്ട് ആദ്യം ഈ പറഞ്ഞ പോലെ ജാതകദോഷമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ശുക്രൻ്റെയൊക്കെ മന്ത്രങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ജപിക്കുക. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ശുക്രന് നെയ്വിളക്ക്, ശുക്രന് വിശേഷ പായസം മുതലായ വഴിപാടുകളൊക്കെ ചെയ്യുക. ശുക്രൻ്റെ വസ്ത്രം നമുക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് സാധിക്കുമെങ്കിൽ രാഹുത്തിനും ശുക്രനും പത്മമിട്ട് പൂജ നടത്തുന്നത് നന്നായിരിക്കും. ഓരോരുത്തരുടെ സാമ്പത്തിക പോലെ, ഇല്ലെങ്കിൽ ക്ഷേത്രത്തിലായാലും ചെയ്താൽ മതി. അതുപോലെ തന്നെ ശിവനെയും പാർവതിയെയും, ലക്ഷ്മിയെയും വിഷ്ണുവിനെയും, സിദ്ധി വിനായകനെ, അതുപോലെ ഇല്ലിയും വള്ളി സമേതനായിട്ടുള്ള മുരുകനെ, അതുപോലെ നമുക്ക് ഗണപതി, അപ്പം അങ്ങനെയുള്ള ഭാര്യാസമേതനായിട്ടുള്ള മൂർത്തികളെ കൂടുതലായിട്ടും ദർശനം നടത്തുന്നത്, കൂടുതലായിട്ടും വഴിപാടുകൾ ചെയ്യുന്നത്, ധർമ്മദേവതയെ പ്രസാദിപ്പിക്കുന്നത്, ഇതൊക്കെ നല്ലൊരു വിവാഹം നടക്കാൻ സഹായിക്കും. അതുപോലെ നമുക്ക് പൗർണമി പൊങ്കാലയിടുക. സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. പടിഞ്ഞാട്ട് ദർശനമായിട്ട് നമ്മളൊരു ഹോമം കഴിക്കുന്ന തുല്യമാണെന്നാണ് പറഞ്ഞത് പൊങ്കാലയിടുന്നത്. പൗർണമിക്ക് പടിഞ്ഞാട്ട് ദർശനമായിട്ട് വിളക്കിൻ, നമുക്ക് ഈ അടുപ്പ് കൂട്ടുന്നതിൻ്റെ വലത്ത് ഭാഗത്ത് വിളക്ക് വെച്ച് ഗണപതി നേദിച്ച് അതിനുശേഷം കർപ്പൂരം കത്തിച്ച് നമുക്ക് ഈ തീ കൂട്ടി പുതിയ കലത്തിൽ വേണം നമ്മൾ പൊങ്കാല ഇടാനായിട്ട്. ദുർഗാഭഗവതി സങ്കല്പത്തിലാണ് നമുക്ക് സ്വയംവര ദുർഗയായിട്ട് സങ്കല്പിച്ച് വേണം നമ്മൾ പൊങ്കാല ഇടാനായിട്ട്. നമുക്ക് നല്ല ഒരു വിവാഹബന്ധം വരാൻ സഹായിക്കും. 7 പ്രാവശ്യം 7 പൊങ്കാല ഇടുക. ഇപ്പം ജാതകത്തിൽ ഇപ്പം നല്ല സമയമാണ്. ഉദാഹരണം ശുക്രദശയിൽ ശുക്രാപഹാരം, ശുക്രദശ ചന്ദ്രാപഹാരം, അല്ലെങ്കിൽ വ്യാഴദശയിൽ ശുക്രാപഹാരം, ചന്ദ്രാപഹാരം. അപ്പം അങ്ങനെയുള്ള നമുക്ക് ജാതകത്തിൽ ദശയോ അപഹാരം ഏതെങ്കിലും ഒന്ന് ഗുണകരമായിട്ട് നിന്നെങ്കിലേ നമുക്ക് വിവാഹത്തിന് ശ്രമിക്കാവൂ എന്ന് പറയും. നമുക്ക് ഒരു ജ്യോത്സ്യനെ കണ്ട് ഈ പറഞ്ഞ നമുക്ക് ജാതകത്തിൽ ദശയാപഹാരം ഗുണകരമാണോ, ഇപ്പോൾ വിവാഹത്തിന് ശ്രമിച്ചാൽ നടക്കുമെന്നൊക്കെ നോക്കിയിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ പോലെ 7 പൊങ്കാലയൊക്കെ ഇടാനായിട്ട്. അതുപോലെ തന്നെ വിവാഹം ഉറയ്ക്കുന്നവരെ അടുപ്പിച്ച്
തിങ്കളാഴ്ച വ്രതം, വീട്ടിൽ മറ്റ് അശുദ്ധിയൊന്നുമില്ലാത്ത പക്ഷം നമുക്ക് തിങ്കളാഴ്ച വ്രതം എടുക്കുക. സാധിക്കുമെങ്കിൽ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരം നമുക്ക് ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി നേരത്തെ പൂജ കണ്ടു തൊഴുക, യഥാശക്തി വഴിപാടുകൾ നടത്തുക. സാധിക്കുമെങ്കിൽ ഓം നമ പാർവതീപതയേ നമ, ഓം മാമഹേശ്വരാഭ്യാം നമ, ഓം ശിവപാർവത്യേ നമ, ഓം ഉമായേ നമ, ഓം നമ ശിവായ ശിവായ നമ. ഈ മന്ത്രങ്ങളൊക്കെ സാധിക്കുമെങ്കിൽ 108 പ്രാവശ്യം, 108 പ്രാവശ്യം പറ്റുന്നില്ല എങ്കിൽ 54, 56 പ്രാവശ്യവും ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുക. ഇതൊക്കെ ചെയ്യുന്നതോടെ നമുക്ക് വർഷത്തിൽ അവൻ്റെ പിറന്നാൾ വരുമ്പോൾ മഹാദേവന് നീലയോ കറുപ്പോ വെള്ളയോ 1 മീറ്റർ പട്ട്, കുവളമാല, ഭഗവാന് സാധിക്കുമെങ്കിൽ ചെറിയൊരു സ്വർണ്ണ ചന്ദ്രക്കല സമർപ്പിച്ച് ഭഗവാന് കൊടുമ്പായസം, അതുപോലെ പൽപ്പായസം, വെള്ള നിവേദ്യം, ജലധാര, പിൻവിളക്ക് മുതലായ വഴിപാടും, ഭഗവതിക്ക് സെറ്റ് സാരിയോ അല്ലെ സെറ്റും മുണ്ടോ ഒന്നും പറ്റുന്നില്ല എങ്കിൽ വെളുത്ത ഒരു 3 മീറ്റർ പട്ടോ ഭഗവതിക്ക് സമർപ്പിച്ച് മുല്ലപ്പൂമാല സമർപ്പിക്കാം, ചെറിയൊരു താഴെ സമർപ്പിക്കാം, മഞ്ഞൾപ്പറ ഭഗവതിക്ക് സമർപ്പിക്കാം, അരി കൊണ്ടുള്ള പറ സമർപ്പിക്കാം, അൻപറ സമർപ്പിക്കാം. ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ അവൻ്റെ പിറന്നാളിൽ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം വിവാഹയോഗമില്ല, അടുത്ത വർഷം വിവാഹയോഗമേ ഉള്ളൂ എങ്കിൽ പോലും നല്ല ഒരു വിവാഹബന്ധം, നമ്മൾ ആഗ്രഹിച്ച ഒരു വിവാഹബന്ധം നടക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അപ്പം ഇങ്ങനെയുള്ള ആഗ്രഹിച്ച ഒരു വിവാഹം നടത്താൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് പ്രതിവിധികൾ ചെയ്തുകൊണ്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നല്ല ആഗ്രഹിച്ച ഒരു പങ്കാളിയെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.